ഹലോ ഓൾ. അപ്പൊ നമ്മൾ ഇന്നുള്ളത് ട്രിവാൻഡ്രത്താണ്, ഈസ്റ്റ് ഫോർട്ടില് KSRTCയുടെ ഉല്ലാസയാത്രയ്ക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വൈകുന്നേരം 3 മണി തൊട്ട് രാത്രി 10 മണി വരെ 1 മണിക്കൂർ ഇടവിട്ടും 2 മണിക്കൂറത്തെ ട്രിപ്പായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ കയറിയേക്കുന്നത് 6 മണിക്കത്തെ ട്രിപ്പിനാണ്. അപ്പൊ ഏകദേശം നല്ല മഴക്കറക്കം ഉള്ളത് കൊണ്ട് ഏകദേശം ഒരു ചൂടൊന്നും ഇല്ലാത്ത സിറ്റുവേഷൻ ആണ്. നമ്മൾ പറഞ്ഞ പോലെ ഇത് 2 മണിക്കൂറത്തെ ട്രിപ്പാണുള്ളത്. ഇപ്പൊ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രം വഴിയാണ് പോകുന്നത്. ട്രിവാൻഡ്രം ഫുള്ള് കറങ്ങുന്നുണ്ട് ഏകദേശം എല്ലാ സ്ഥലങ്ങളുമായിട്ട്. അപ്പൊ നമ്മൾ ഇന്നലെ വന്നിരുന്നു, പക്ഷെ കറക്റ്റ് ആയിട്ട് എത്താനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇന്ന് നേരത്തെ വന്നിരിക്കുകയാണ്. ഏറ്റവും നന്നായിട്ട് 6 മണിയുടെ ട്രിപ്പാണ് ഉള്ളത്. 2 മണിക്കൂറത്തെ ട്രിപ്പാണ് വരുന്നത്. മഴയില്ലാത്ത ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും ട്രിപ്പ് നല്ല രീതിയിൽ ഫില്ലായിരിക്കും. നമുക്ക് നേരത്തെ തന്നെ ടോക്കൺ എടുത്താൽ മാത്രമേ നമുക്ക് സീറ്റ് കിട്ടുള്ളൂ. അതെല്ലാവരും എടുത്ത് ശ്രദ്ധിക്കുക. നേരത്തെ തന്നെ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ടോക്കൺ എടുത്താൽ മാത്രമേ സീറ്റ് കിട്ടുള്ളൂ. KSRTC ഈസ്റ്റ് ഫോർട്ടിന്റെ സ്റ്റാൻഡിന് അടുത്താണ് ടിക്കറ്റ് എടുക്കുന്നത്. 1 മണിക്കൂർ മുന്നെങ്കിലും എത്തിയില്ലെങ്കിൽ നമ്മൾ സീറ്റ് ഫുൾ ആയി പോകും, കിട്ടത്തില്ല. അപ്പൊ 1 മണിക്കൂർ മുന്നേ തന്നെ നമ്മൾ മാക്സിമം എത്തി ടോക്കൺ എടുത്ത് വെക്കാം. നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂടെയാണ്. ട്രിവാൻഡ്രത്ത് വഴിയാണ് പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് സെക്രട്ടേറിയറ്റ്, അതിന്റെ ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്ക് ടാറ്റ കൊടുത്തപ്പോ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഈസ്റ്റ് ഫോർട്ട് വഴി സ്റ്റാച്യു വഴി വെള്ളയമ്പലം വഴിയാണ് പോകുന്നത്. അങ്ങനെ കവടിയാർ കൊട്ടാരം ഒക്കെ കണ്ട് ചാക്ക വഴിയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് കാണുന്നതെന്ന് പറഞ്ഞാല് ഇനിയുള്ളത് പാളയം പള്ളിയുടെ സൈഡൊക്കെയാണ് വരുന്നത്. ഇവിടെ നിൽക്കുന്ന നമുക്കൊരു അത്ഭുതം കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഗണപതിയുടെ കോവിലുണ്ട്. തൊട്ടടുത്തായിട്ട് നമുക്ക് ഗണപതി കോവിൽ കഴിഞ്ഞ ഉടനെ തന്നെ തൊട്ടടുത്തായിട്ട് നമുക്ക് മുസ്ലിം പള്ളിയുണ്ട്. അതിനുശേഷം റൈറ്റ് സൈഡിൽ നമുക്ക് പാളയം പള്ളിയും കാണാനായിട്ട് പറ്റും. 3 അടുത്തടുത്താണ് വരുന്നത്, ഗണപതി കോവിലും മുസ്ലിം പള്ളിയും. അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് നമ്മുടെ പാളയം പള്ളി വരുന്നത്. 3 ഒരേ സ്ഥലത്ത് തന്നെയാണ് വരുന്നത്, പാളയത്ത്. അങ്ങനെ നമ്മൾ പാളയം പള്ളിയും കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ചെറിയൊരു ഇരുട്ട് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 6 മണിക്ക് തുടങ്ങിയപ്പോൾ ഏകദേശം 6:45, 7 മണിയൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇരുട്ടൊക്കെ വീണിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട്, നമ്മൾ വണ്ടിയിൽ പാട്ടൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ പാട്ടൊക്കെ കേട്ട് എല്ലാവരും ചിൽ ഔട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിന് ടിക്കറ്റ് എടുക്കാൻ നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ വന്നിട്ടുണ്ട്. ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് 200 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ 1 മണിക്കൂർ മുന്നേ എത്തിയിട്ട് താഴേന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സീറ്റ് കിട്ടിയെന്ന് വരത്തില്ല മുകളിൽ. അപ്പൊ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പാട്ടൊക്കെ ഇട്ട് പയ്യെ ഓരോരുത്തർ ഇരുന്നൊക്കെയാണ് ഡാൻസ് കളിക്കുന്നത്. ഞാൻ മാത്രം ഇവിടെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പയ്യെ എല്ലാവരും ഒന്ന് ഉഷാറായി വരുന്നുള്ളൂ. എല്ലാവരും യാത്രയൊക്കെ കണ്ടിരിക്കുകയാണ്. റോഡിൽ അത്യാവശ്യം നല്ല തിരക്കും ബ്ലോക്കും ഒക്കെ ഉണ്ട്. നമ്മളപ്പോ ഇങ്ങനെ കണ്ട് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ കനകക്കുന്നൊക്കെ എത്തി ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നത്. അപ്പൊ അങ്ങനെ കനകക്കുന്നൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ ചിൽ ഔട്ട് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. മെയിനായിട്ട് അതാണ് എല്ലാവരും ചെയ്യുന്നത്, വീഡിയോസ് ഫോട്ടോസ് എടുക്കും. പിന്നെ പാട്ടൊക്കെ കേട്ട് കൂളായിട്ട് എൻജോയ് ചെയ്തിരിക്കുന്നവരും ഉണ്ട്. പിന്നെ ആരും ഡാൻസ് കളിക്കാനൊന്നും ഇതുവരെ തുടങ്ങിയില്ല, ഇനി എപ്പോഴാന്ന് അറിഞ്ഞൂടാ. അപ്പൊ അങ്ങനെ നമ്മൾ ചിൽ ഔട്ട് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഏകദേശം എത്തിയിരിക്കുന്നത് കവടിയാർ കൊട്ടാരത്തിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ നമ്മൾ കവടിയാർ കൊട്ടാരത്തിന്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും അടുത്ത സ്ഥലത്തോട്ട് ചാക്കയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഈ വർക്കിന്റെ പ്രഷറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ട്രിവാൻഡ്രത്ത് ചിൽ ഔട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കൊണ്ട് ട്രിവാൻഡ്രം ഒന്ന് കറങ്ങി കാണണം എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഈ ട്രിപ്പ്. 2 മണിക്കൂറേ ഉള്ളൂ, ട്രിവാൻഡ്രം ഫുള്ള് കറങ്ങി കാണാൻ പറ്റും. ഏകദേശം ഈ ഇരുട്ട് വീഴുമ്പോഴത്തെ രസം നല്ലതാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ മെയിനായിട്ട് നിങ്ങൾ വരാൻ പ്രിഫർ ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് 6 മണിക്കാണ്. അപ്പൊ ഒരു 6 മണിയിൽ 5 മണിക്ക് എത്തിയാലും മതി. 5 മണി 6 മണിയുടെ ട്രിപ്പാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കാരണം 5 മണിക്ക് വന്നാലും 6 മണിക്ക് വന്നാലും നമുക്ക് 2 മണിക്കൂർ കൊണ്ട് ഏകദേശം പകലിന്റെ ട്രിവാൻഡ്രം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, നൈറ്റ് ട്രിവാൻഡ്രം എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് 5 മണി അല്ലെങ്കിൽ 6 മണിയാണ്. ഞാനിപ്പോ എടുത്തേക്കുന്ന 6 മണിയുടെ ട്രിപ്പാണ്. പക്ഷെ ഇന്ന് മഴക്കറക്കം ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ ഇരുട്ട് വീണുകൊണ്ട് കുറച്ച് നമ്മൾ കയറിയപ്പോ ഉടനെ തന്നെ അത്യാവശ്യം ഇരുട്ട് വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വീഡിയോസ് ഒക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി. നമ്മളങ്ങനെ വന്ന് കേരള സർവകലാശാലയൊക്കെ കണ്ടിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കേരള സർവകലാശാലയൊക്കെ കണ്ടു. പിന്നെ ഇവിടെ ഫുഡ് ഉണ്ട് കേട്ടോ. മെയിൻ ആയിട്ട് ഇവിടെ താഴെ തന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല, ലേസ് പിന്നെ വാട്ടർ പോലുള്ള സംഭവങ്ങളൊക്കെ ഈ വണ്ടിക്കകത്ത് തന്നെയുണ്ട്. അപ്പൊ നമ്മൾ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഇവർ അനൗൺസ് ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് താഴെ പോയി ഫുഡൊക്കെ വാങ്ങിയിട്ട് എടുത്തുകൊണ്ടിരിക്കാം. നമ്മളങ്ങനെ ലേസ് ഒക്കെ കഴിച്ച് ചിൽ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ പക്ഷെ ക്യാമറ കുറച്ച് അലൗഡ് അല്ല, കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് വീഡിയോസ് അതിന് എടുത്തിട്ടുള്ളൂ.
നമ്മളിപ്പോ അങ്ങനെ കറങ്ങി ചുറ്റി ശംഖുമുഖം എത്തിയിരിക്കുകയാണ്. ശംഖുമുഖം എത്തിയിട്ടുണ്ട്. ഇതാണ് ലോകത്തിലെ ഏറ്റവും നല്ല ബീച്ച്. അതെ, നമ്മളിപ്പോ ആക്ച്വലി ലുലു മാളിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് ആക്ച്വലി നടക്കുന്നത് എക്സിബിഷൻ ആണ്, ടൈറ്റാനിക്കിന്റെ എക്സിബിഷൻ ആണ്. അതിന്റെ ലൈറ്റും വെളിച്ചം ഒക്കെയാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ടൈറ്റാനിക്കിന്റെ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കും. അവിടെ മറ്റേ കുറച്ച് കുട്ടികൾക്ക് പറ്റിയ കുറെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ലുലു മാൾ എത്തിയിട്ടുണ്ട്. പയ്യെ പയ്യെ ഓരോരുത്തർ വീതം ഡാൻസ് കളിക്കാനൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നുണ്ട്. പയ്യെ പയ്യെ ഓരോരുത്തർ വീതമായിട്ട്. എല്ലാവർക്കും ഇത്ര നേരം അടങ്ങിയിരിക്കുമായിരുന്നു, പക്ഷെ പയ്യെ പയ്യെ എല്ലാവരും എഴുന്നേറ്റ് വരുന്നുണ്ട്. എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ കിട്ടിയിട്ടുണ്ട്. പരിചയപ്പെടാൻ പേര് പറഞ്ഞ ഏഞ്ചൽ ഫ്രം പത്തനംതിട്ട. അടുത്താണ് ശ്രീലക്ഷ്മി, കോട്ടയം. നമ്മുടെ അടിപൊളിയായിരുന്നു. നമുക്ക് നമ്മുടെ ചേട്ടനെ കൂടെ പരിചയപ്പെടാം. ചേട്ടന്റെ പേര് കഴിക്കാം. ചേട്ടൻ പേരെന്ന് പറയൂ. കൊല്ലം. ട്രിപ്പ് ശരിക്കും അടിച്ചു. ബൈ.